ചാർധാം അന്ന് എല്ലായിടത്തും ദർശനം നടത്താൻ കഴിഞ്ഞോ? എങ്ങനെ എല്ലായിടത്തും പോകാൻ പറ്റി. എങ്ങനെ ആ ഒരു അനുഭവം എങ്ങനെ? അത് യമുനോത്രി, ഗംഗോത്രി, കേദാർ, ബദ്രി. അന്ന് യമുനോത്രിയിലേക്ക് ഒത്തിരി നടക്കണം. കേദാറിലും ഗംഗോത്രിയിൽ ഞങ്ങൾ പിന്നെ ഗൗമുഖ് പോയി. കേദാർനാഥ് ഒരു 14 കിലോമീറ്റർ ട്രെക്കായിരുന്നു. ഒരു വെരി ഡിഫിക്കൽട്ട് ട്രെക്ക്. പിന്നെ ബദ്രി നേരെ ബസ്സിൽ ഇറങ്ങുന്നു. സോ അതിൽ വേറെ എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നുമില്ല ആക്ച്വലി. അനുഭവിക്കുക തന്നെ, അത് അനുഭവം തന്നെയാണ്. അതെ അതെ. പിന്നെ അതിൽ അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ആഹാരം, ഓക്കെ, ആദ്യത്തെ ദിവസം രാവിലെ ബസ് കൊണ്ട് നിർത്തുന്നത് നരേന്ദ്രനഗർ ഏതൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുകയാണ്. രാവിലെ 6 മണിക്ക് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുകയാണ്. കടയിൽ കയറി ഇപ്പോൾ ആദ്യം എന്താ കഴിക്കാനുള്ളത്? ആലുക്ക പറാട്ട. അപ്പോൾ നമ്മൾ ഹിന്ദി സിനിമയിൽ കേട്ടിട്ടുള്ള ആലുക്ക പറാട്ട അല്ലേ? നമ്മൾ അതെ സ്കൂളിൽ പഠിക്കുന്നു, കോളേജ് പഠിക്കുന്നു, നമുക്ക് തോന്നുന്നു ആലുക്ക പറാട്ട അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ഭയങ്കര ത്രില്ല്, ആലുക്ക പറാട്ട കൊണ്ടുവരട്ടെ, കഴിച്ചു, ഹാപ്പിയായി, നന്നായിട്ട് കഴിച്ചു. 2-3 ആലുക്ക പറാട്ടയൊക്കെ കഴിച്ചു, ചായയും കുടിച്ചു. അവിടെ മറ്റേ ജിഞ്ചറൊക്കെ ഇട്ടുള്ള ചായയാണ്, അതും കുടിച്ചു, വളരെ ഹാപ്പിയായി. പിന്നെയാണ് മനസ്സിലാവുന്നത് എവിടെ ചെന്നാലും ആലുക്ക പറാട്ട, 18 ദിവസം ആലുക്ക പറാട്ട, ഭ്രാന്ത് പിടിക്കും. പക്ഷെ പിന്നെ നമ്മൾ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് സ്വീറ്റ്സ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നോക്കി. പക്ഷെ അന്നത്തെ സമയത്ത് അതേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഗൗരിക്കുണ്ട് എന്ന് പറയും, കേദാർനാഥിൻ്റെ ബേസ് ക്യാമ്പാണ്. 14 കിലോമീറ്റർ നടക്കുന്ന ബേസ് ക്യാമ്പാണ് ഗൗരിക്കുണ്ട്. അവിടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചായയും കുടിച്ച് നിൽക്കുമ്പോൾ ചോറ് കിട്ടും. പക്ഷേ ചോറിൻ്റെ കൂടെയും അവിടുത്തെ ഈ ഒരു വല്ലാത്തൊരു അച്ചാറാണ്, പല പല സബ്ജികൾ ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ്. നമ്മുടെ ഇവിടുത്തെ ശുദ്ധമായ മാങ്ങയോ നാരങ്ങ അങ്ങനെയൊന്നുമല്ല, എല്ലാം കൂടെ വെട്ടിമുറിച്ചിട്ട് ഒരു മിക്സ്ഡ് അച്ചാറാണ്. വലിയ ടേസ്റ്റ് ഇല്ല, ബട്ട് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഒരുപാടായി. ഗൗരിക്കുണ്ട് ചെന്ന് നിൽക്കുമ്പോഴാണ് ഒരാൾ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലയാളീസാണോ? ഇത് 98-ലാണ്. അന്ന് മലയാളികളൊന്നും അധികം യാത്ര ചെയ്യാറില്ല. ഇപ്പോൾ ഒത്തിരി പേര് പോകുന്നുണ്ട്, വ്ളോഗർമാരും എല്ലാവരും പോകും. പക്ഷെ അന്ന് അത്ര അധികം ആൾക്കാരില്ല, കുറച്ച് പേരുള്ളൂ. മറ്റേ പിൽഗ്രിം ടൂറാണ് കൂടുതൽ. അതെ. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ മലയാളികളല്ലേ? യെസ് മലയാളീസാണ്. ഓക്കെ, ചമ്പാവരി ചോറ് വേണോ? ചമ്പാവരിയാൽ ബ്രൗൺ റൈസ് അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചത്? കാര്യം അവിടെ ഈ വൈറ്റ് റൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശീലിച്ചിട്ടില്ല അന്ന്. അയാൾ പറഞ്ഞു, ഞങ്ങൾ മലയാളീസിന് മാത്രമായിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അരി. രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ചോറ്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും കുറച്ച് എന്താ പറയുക, തൈരും ഒക്കെ കുഴച്ചിട്ടിട്ട് ഒരു അന്ന് ആസ്വദിച്ച് കഴിച്ചൊരു ഫീലിംഗ് ഉണ്ട്. ആലുക്ക പറാട്ട മറന്നിട്ട്. സോ ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്, പൊതുവെ ഹിമാലയൻ പുസ്തകങ്ങളെല്ലാം ഒരു മിസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഹിമാലയത്തെ ഒരു വലിയ അനുഭൂതിയിൽ, ആത്മീയ അനുഭൂതിയിലാണ് ഏറ്റവും കൂടുതൽ ആ സൈഡിൽ നിന്നാണ്. പക്ഷേ താങ്കളുടെ പുസ്തകം വായിച്ച സമയത്ത് തോന്നിയത് അതൊരു കുറച്ചൊരു വ്യത്യസ്തമായൊരു പുസ്തകമാണ്. അതായത് യാത്രയുടെ അനുഭവങ്ങൾ, ഒപ്പം തന്നെ അവിടുത്തെ ജീവിത രീതികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കണ്ടു. ഒരു ആത്മീയത എന്നുള്ളതിനപ്പുറം അതിനൊപ്പം തന്നെ ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ, അതായത് അവിടുത്തെ സാധാരണ മനുഷ്യ ജീവിതങ്ങൾ, അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കണ്ടു. എങ്ങനെയാണ് അതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്? അത് കുറച്ച് നീണ്ട ഒരു ഉത്തരമാണ്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തവണ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീലിംഗ് കിട്ടും. അത് ആൾക്കാർക്ക് സാധാരണ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഹാഡികൾ എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കര പാവമാണ്, സാധുക്കളാണ്. അവർ സാധുക്കളാണ്, ഇല്ലാന്നൊന്നും പറഞ്ഞില്ല, പഹാഡികൾ. പക്ഷേ നമ്മൾ അവിടെ അവരുടെ കൂടെ ജീവിക്കുമ്പോഴേ, അല്ലെങ്കിൽ പല തവണ പോകുമ്പോഴാണ് മനസ്സിലാവും അവരും നമ്മളെ പോലെ തന്നെയാണ്. യുനോ, ദേ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഇഷ്യൂസ്. അവരുടെ ജോഗ്രഫി ഡിഫറെൻ്റ് ആണ്. അവർ നമ്മളെപ്പോലെ അഡ്വാൻസ്ഡ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാതെ അവർ നമ്മളെ പോലെ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ്, പിന്നെ അപ്പോഴാണ് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുവരെ അവർ നമുക്ക് ആലുക്ക പറാട്ടേ തരത്തുള്ളൂ. അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റിലാണ് അവരുടെ വീട്ടിൽ കയറ്റിയിട്ട് അവർ കഴിക്കുന്ന ആഹാരം നമുക്ക് തരുന്നത്. ആക്ച്വലി നല്ല ഫുഡുണ്ട് അവർക്ക്, പല 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 പഹാഡി സാധനങ്ങൾ, നല്ല ഡിഷസ് ഉണ്ട്. അപ്പോൾ അത് അടുത്തറിയാനായിട്ട് ഒത്തിരി എഫേർട്ട് വേണ്ടി വരും. നമ്മൾ ഒരിക്കലും ഒരു തവണ പോയിട്ട് ഒരു ടൂറിസ്റ്റായിട്ട്, ഈ ബുക്കിന് തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് പാർട്ട് ടൂറിസ്റ്റാണ്, വിനോദസഞ്ചാരി. രണ്ടാമത് നാട്ടുകാരൻ, അവിടെ താമസിക്കുമ്പോൾ ഒരു ഫീലിംഗ്. എത്ര കാലം താമസിച്ചു? മാസങ്ങളോളം, വർഷങ്ങളോളം, പല പല സീസണിലായിട്ട്. ഞങ്ങളൊരു ഉത്തരാഖണ്ഡിൽ ഒരു ടൂറിസം പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് ചേർന്നിട്ട്. സാരി ഗ്രാമം എന്ന് പറയും, അവിടെ കഫേ ബ്രാഞ്ച് എന്നുണ്ട്, ഒരു കഫേയും കുറച്ച് മുറികളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫേസിലൊക്കെ ആയിട്ട് മാസങ്ങളോളം ഇങ്ങനെ താമസിക്കും. അപ്പോഴാണ് അവർ നമ്മളെ ശരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ അക്സെപ്റ്റൻസ് ഇപ്പോഴും ആയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവരും നമ്മളെ പോലെ തന്നെയാണെന്നുള്ള ഒരു റിയലൈസേഷൻ. നമ്മുടെ നാട്ടിൽ അടിപിടിയില്ലേ, അവിടെയുണ്ട്. ഇത്രയും ഭയങ്കരമായിട്ട് കൊലപാതകങ്ങളൊന്നും ഇല്ല, എന്നാലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പഞ്ചായത്ത് സദസ്സ് നടക്കുന്നു. അവിടെ ഒരാളെ കള്ളു കുടിച്ചിട്ട് പറഞ്ഞു വിടുന്നു.
ആ പഞ്ചായത്ത് മീറ്റിംഗ് അലങ്കോലമാക്കാൻ. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് നടക്കും, പഞ്ചവടി പാലത്തിലൊക്കെ ഉള്ള സീൻ. ഇതൊക്കെ അവിടെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഫണ്ടമെൻ്റലി വി ആർ ഓൾ ദ സെയിം. ആ ജോഗ്രഫി ഡിഫറെൻ്റ് ആണെന്നുള്ളേ ഉള്ളൂ. അതൊന്ന്. രണ്ട്, ഒരുപാട് ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മിസ്റ്റിഫിക്കേഷൻ ഓഫ് ഹിമാലയാസ് ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനും അതൊക്കെ വായിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതിൽ ഒരുപാട് സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോമൺ പാറ്റേൺ, അതായത് അവിടെ ഉള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്, അവരുടെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ എക്സ്പീരിയൻസസ് ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സന്യാസി നമ്മളെ പിടിച്ചിട്ട് നമ്മുടെ തലയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റിക്കളയും എന്നൊക്കെയുള്ള രീതിയിലുള്ള എഴുത്തുകളുണ്ട്, വായിച്ചിട്ടുണ്ട് ചിലതെങ്കിലും. അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. അങ്ങനെ എനിക്കില്ലാത്തതുകൊണ്ട് ഉണ്ടാവില്ല എന്നില്ല. ബട്ട് ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം സാധാരണ മനുഷ്യരും ആൻഡ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വിച്ച് വിൽ മേക്ക് യു വോണ്ട് ടു ഗോ ബാക്ക്. അതൊരു തിരിച്ചു വരാൻ തോന്നില്ല. തിരിച്ചു വരാൻ തോന്നില്ല. തിരിച്ചു വന്നാലും വീണ്ടും തിരിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു പുള്ളെന്ന് പറയുന്നത്.